ഹായ് കൂട്ടുകാരെ, ഞാൻ വസുദേവ്. വിതുര ഗവൺമെന്റ് UPSC 2ാം ക്ലാസ്സിലാണ് ഞാൻ പഠിക്കുന്നത്. ഞാൻ വായിച്ച ഒരു ബുക്കിനെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. ഈ ലോക്ക്ഡൗൺ കാലത്ത് അമ്മ എനിക്ക് തന്നൊരു വിലപ്പെട്ട സമ്മാനമാണ് ഈ ബുക്ക്. ബുക്കിന്റെ പേര് സസ്യകൗതുകം, എഴുതിയത് CV ചന്ദ്രൻ. സസ്യലോകത്തെ കൗതുകം നിറഞ്ഞ കാര്യങ്ങളെ ലളിതമായി ഈ ബുക്കിൽ പറയുന്നുണ്ട്. ഇനി ബുക്കിന്റെ ഉള്ളടക്കം നോക്കാമോ? സ്വർഗത്തിൽ നിന്ന് അഗ്നിയെ ഒളിച്ചു കടത്തി ഭൂമിയിൽ കൊണ്ടുവന്ന പ്രൊമറ്റീവ് ദേവന്റെ കഥയോടെയാണ് ഇത് തുടങ്ങുന്നത്. ഇത് പൂവിടരുന്നത് ആഫ്രിക്കയിലെ ബയോബാ വൃക്ഷത്തെക്കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. ഇലപൊഴിഞ്ഞു നിൽക്കുന്ന ബയോബാ വൃക്ഷത്തെ കണ്ടാൽ വേരുകൾ മുകളിലാക്കി തലകീഴായി നിൽക്കുന്നത് പോലെ തോന്നും. ആഫ്രിക്കയിലെ പഴമക്കാർക്കിടയിൽ ഈ വൃക്ഷത്തെക്കുറിച്ച് ഒരു കഥയുമുണ്ട്. ദൈവത്തിന്റെ സമ്മാനം വാങ്ങാൻ താമസിച്ചെത്തിയ സാത്താന് ദൈവം ബയോബാബു വൃക്ഷത്തിന്റെ വിത്താണ് കൊടുത്തത്. സമ്മാനം ഇഷ്ടപ്പെടാതെ സാത്താൻ അത് ദൂരേക്ക് വലിച്ചെറിഞ്ഞു. ആ വിത്ത് തലകീഴായാണത്ര വീണത്. അതുകൊണ്ടാണ് യമനം തലകീഴായി വളർന്നതെന്നാണ് ഈ രസകരമായ കഥ. ഈ ആ മരത്തിന്റെ ചിത്രം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് ആ മരം, കണ്ടോ? കൂടാതെ തൊട്ടാൽ വാടുന്ന തൊട്ടാവാടി, പ്രാണികളെ കെടിവെച്ചു പിടിക്കുന്ന വീനസ് ഫ്ലൈട്രാപ്പ, പിച്ചർ പ്ലാന്റ് എന്നറിയപ്പെടുന്ന നെപ്പന്തസ് എന്നിവയെ കുറിച്ചും ധാരാളം കാര്യങ്ങളിൽ പറയുന്നുണ്ട്. എനിക്ക് ഏറ്റവും കൗതുകമായി തോന്നിയ കാര്യം മിന്നാമിന്നിയെ മിന്നാൻ സഹായിക്കുന്ന ലൂസിഫറിനെ ശാസ്ത്രജ്ഞന്മാർ വേർതിരിച്ച് പുകയില ചെടിയിലേക്ക് മാറ്റിയപ്പോൾ ആ പുകയില ചെടി തിളങ്ങുന്നു. നോക്കൂ, ആ പുകയില ചെടി തിളങ്ങുന്നത് കണ്ടോ? ഇതിലിങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ട്. കിട്ടുമെങ്കിൽ നിങ്ങളും ഇത് വായിക്കണേ. നിങ്ങളും ഇത് വായിക്കേണ്ട ഒരു ബുക്കാണിത്.